അങ്ങനെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ എയർലായ വിവരം ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എയർലായത് ഇവിടെ ഒന്നുമല്ല കേട്ടോ, അങ്ങ് ദൂരെ തമിഴ്നാട്ടിൽ. എന്താണ് കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. തമിഴ്നാട്ടിലെ CM ആയിട്ടുള്ള വിജയൻ മൂപ്പരൊന്ന് ട്രോളി എന്ന് പറയുമ്പോ എല്ലാരും ട്രോളുന്ന പോലെ മൂപ്പരൊന്ന് ട്രോളി നോക്കിയതാണ്. പക്ഷെ ധ്യാൻ എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് അറിയുന്ന പോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അറിയൂലല്ലോ. അവരത് കാര്യമാക്കി എടുത്ത് മൂപ്പരങ്ങ് ഏറി കയറ്റി വിട്ട്. ഇനിയിപ്പോ കുറച്ചു കാലത്തേക്ക് ധ്യാന് തമിഴ്നാട്ടിലെ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ധ്യാന്റെ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു കാലത്ത് മലയാളികൾ സ്ട്രെസ് ബസ്റ്റർ ആയിരുന്നു പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്കിടയിൽ എന്നും പറയാനുള്ള ഒരു ലൈസൻസ് ധ്യാൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വന്ന് ധ്യാൻ എന്ത് പറഞ്ഞാലും നമ്മൾ മലയാളികൾ ഫണ്ണായിട്ട് എടുക്കത്തുള്ളൂ അല്ലെ. ഇനി നാളെ കാര്യമായിട്ട് ധ്യാൻ എന്ത് പറഞ്ഞാൽ പോലും നമ്മളത് ഫണ്ണായിട്ട് എടുക്കത്തുള്ളൂ. പക്ഷെ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അവർ നോക്കുമ്പോൾ എന്താണ്, മലയാളത്തിലെ ഒരു പ്രമുഖ സെലിബ്രിറ്റി അവരുടെ CM-നെ കളിയാക്കി സംസാരിക്കുന്നു, പോരെ പൊകില്. അന്നേരം അവര് ചിന്തിക്കുന്ന എന്തായിരിക്കും, ഡേയ് അണ്ണാവെ പറ്റി സൊള്ളിയാൽ എന്നുള്ള രീതിയിലായിരിക്കും അവര് ചിന്തിക്കുക. പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പൊ വിജയന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. തമിഴ്നാട് CM ആയതിനു ശേഷം ആളുടെ ഒരു ഇമേജ് കൂടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വോട്ടെടുപ്പിന്റെ സമയത്ത് നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ ആശാനിപ്പ് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഗോൾഡ്, അതുപോലെ തന്നെ ഡ്രഗ് ഫ്രീ തമിഴ്നാട് പദ്ധതികൾ, ജോലി ഇല്ലാത്തവർക്ക് ജോലി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ആശാനിപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ആളിപ്പോ നിലത്തൊന്നല്ലുള്ളത്. തമിഴ്നാട്ടിലെ തന്നെ ഇപ്പൊ ഒരു ഫേവറേറ്റ് മുഖ്യമന്ത്രിയായി വിജയ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ അതിനിടയ്ക്ക് മലയാളികൾക്ക് ഇട്ടൊരു കൊട്ടി വിജയ് കൊട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നല്ലേ, മറ്റേ മുല്ലപ്പെരിയാർ വിഷയം ഉണ്ടല്ലോ, അതെന്തോ പൊളിക്കാനുള്ള കരാറൊക്കെ മൂപ്പർ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയിലൊക്കെ അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാരെങ്ങനെ മൈൻഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ ഒരു പരിപാടിക്കിടെ ഒന്ന് ട്രോൾ ചെയ്ത്. ആ ട്രോളാണ് ഇപ്പൊ സീരിയസ് ആക്കി എടുത്തിട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെ ഏറ്റുപിടിച്ചിരിക്കുന്നത്. വമ്പൻ ഹെയ്റ്റ് ക്യാമ്പയിനാണ് കേട്ടോ ഇപ്പൊ ധ്യാനെതിരെ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ധ്യാൻ വിജയ്ക്കെതിരെ പറഞ്ഞത്, ധ്യാൻ ഏറി കയറാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സംഭവം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ധ്യാനും നവ്യ നായരും അതുപോലെ തന്നെ അജു വർഗീസും ദിലീപും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്. അപ്കമിങ് റിലീസാണ്. എന്തോ വിസിറ്റർ എന്നോ മറ്റോ ആണ് സിനിമയുടെ പേര്. ആ സിനിമയുടെ ഒരു ലോഞ്ച് പ്രോഗ്രാം ഒരു 4-5 ദിവസം മുമ്പേ നടന്നിട്ടുണ്ടായിരുന്നു. വമ്പം പരിപാടിയായിരുന്നു കേട്ടോ. ഒരുപാട് മീഡിയാസിനെ വിളിച്ചു കൂട്ടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ ഒരു 1.5 മണിക്കൂറോളം ഈ വിസിറ്റർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് പ്രസംഗിക്കുന്നുണ്ട്. അതിന് വീഡിയോസോ മറ്റും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ധ്യാന്റെ പ്രസംഗമാണ്. ഈ പ്രോഗ്രാമിൽ വെറും 12 മിനിറ്റ് മാത്രമാണ് ധ്യാൻ പ്രസംഗിച്ചത്. വെറും 12 മിനിറ്റ് മാത്രം. പക്ഷെ ആ 12 മിനിറ്റ് കൊണ്ട് ധ്യാൻ സദസ്സ് മൊത്തം കയ്യിലെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ധ്യാന്റെ ആ കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പരിപാടിക്ക് വന്ന് വെറും 12 മിനിറ്റ് മാത്രം പ്രസംഗിച്ച് ആ സദസ്സ് മൊത്തം കയ്യിലെടുക്കാന്ന് പറഞ്ഞാൽ അത് മൂപ്പരെ കൊണ്ടേ പറ്റൂ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്തൊക്കെയാണ് ആ 12 മിനിറ്റ് പ്രസംഗത്തിനിടെ ധ്യാൻ പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആ 12 മിനിറ്റ് പ്രസംഗത്തിനിടയിലാണ് വിജയനെ ട്രോളിക്കൊണ്ടുള്ള പ്രസ്താവനയൊക്കെ ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ നടത്തിയത്. ഇനി ആ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, നിലവിലെ അമ്മ സംഘടനയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം അതിനെ ചുറ്റുപറ്റിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ധ്യാൻ പ്രസംഗം തുടങ്ങുന്നത്. സംഭവം മറ്റൊന്നുമല്ല, നമുക്കറിയാലോ 2 മാസം മുന്നേ ഈ അമ്മ സംഘടനയും അൻസിബ ഹസനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതിനെ അറിയാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല. എന്താണ് സംഭവം? അൻസിബക്കെതിരെ കുടുംബം തകർത്തെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിപ്രിയ പോലീസിൽ കൊണ്ടുപോയി വ്യാജ പരാതി കൊടുക്കുകയും അത് കാരണം അൻസിബക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഈ കാര്യം അൻസിബ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്വേതാ മേനോനോട് പറയുകയും ശ്വേതാ മേനോൻ അതിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കാതിരിക്കുകയും അതിന് പിന്നാലെ അൻസിബ എന്ത് ചെയ്തു, മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. അത് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതിന് പിന്നാലെ ശ്വേതാ മേനോൻ അടങ്ങുന്ന സമിതി അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ച് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ശ്വേതാ മേനോൻ അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ച പശ്ചാത്തലത്തിൽ അമ്മ സംഘടനക്കുള്ളിൽ തന്നെ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രസിഡന്റ് ആരാകുമെന്നുള്ള രീതിയിൽ. ആ സമയത്ത് അൻസിബ് അടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ പരിഗണിച്ച പേര് ഒന്ന് ധ്യാന്റേതായിരുന്നു. ധ്യാനും അജു വർഗീസും അതേപോലെ രമേശ് പിഷാരടിയും ഒക്കെ അമ്മ സംഘടനയുടെ തലപ്പത്ത് വരണമെന്നായിരുന്നു അൻസിബ് അടക്കമുള്ളവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളും എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളും അടക്കം അമ്മ സംഘടനയിൽ ഇതിനോടകം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലെല്ലാം അജു വർഗീസ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ധ്യാൻ ആ സമയങ്ങളിലൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല. മൂപ്പര് എയർലൻഡിലോ മറ്റോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഈ പരിപാടികളൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. മൂപ്പർക്കാണ് അതിലിട്ട് താല്പര്യമില്ല, അത് വേറെ കാര്യം. എന്തായാലും ഒരിക്കൽ അങ്ങനെ നടന്ന ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങവേ അൻസിബ ഹസനും അതുപോലെ തന്നെ ഉഷയും മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് കേട്ടു നോക്കി. വരണമെന്ന് തോന്നുന്ന വേറെ ഇതേപോലെ ചെറുപ്പക്കാര് അജു വർഗീസ് നല്ലൊരു പ്രസംഗം ജനറൽ ബോഡിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, പുതിയ തലമുറയിലുള്ള എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്.
ഓക്കെ, ഉഷ പറഞ്ഞേ കേട്ടല്ലോ. അജു വർഗീസ് നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനും അജു വർഗീസുമുള്ള ആൾക്കാരെല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇതിൽ അജു വർഗീസ് നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള ഉഷന്റെ പ്രസ്താവനകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ. അത് നിങ്ങൾക്ക് തുടർന്ന് ഉപകാരപ്പെടും. എന്തായാലും ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നതിന് പിന്നാലെ ഈ പറഞ്ഞ അജു വർഗീസ് എന്ത് ചെയ്തെന്ന് അറിയോ? എയർലാൻഡിൽ ഇരിക്കുന്ന ധ്യാൻ അങ്ങ് കോൾ ചെയ്തു. എന്നിട്ടൊരു ഡയലോഗ് അങ്ങോട്ട് കാച്ചി. ദേ, അമ്മയിൽ കുറച്ച് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്, ഞാൻ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ അമ്മയുടെ പ്രസിഡന്റ് ആവണം, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞുകൊണ്ട് കേട്ടാ മതി എന്നുള്ള രീതിയിൽ അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസനോട് സംസാരിച്ചു. ഇനി തൊട്ട് അമ്മയുടെ പവർ ഗ്രൂപ്പ് ഞാനാണ്, അമ്മ നിയന്ത്രിക്കുന്നത് ഞാനാണെന്നുള്ള രീതിയിൽ അജു വർഗീസ് അങ്ങോട്ട് വെച്ച് കാച്ചുകയും ചെയ്തു. ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസനോട് പറഞ്ഞതാണ് സംഭവം. പക്ഷെ ഇത് പറഞ്ഞത് ആരോടാണ്? ധ്യാനോടാണ്. ധ്യാൻ ആണെങ്കിൽ അമ്മ സംഘടനയോട് പ്രസിഡന്റ് ആവാൻ ഒട്ടും താല്പര്യമില്ല. ധ്യാന് താല്പര്യം ഇവിടുത്തെ മുഖ്യമന്ത്രി ആവാനാണ്. അങ്ങനെ അത് വെച്ച് ധ്യാനി ഈ വിസിറ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ലോഞ്ചിനിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. എൻ്റെ മെന്ററും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി നിങ്ങൾ തന്നെ, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം പിന്നെ ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലിരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിന് മുന്നേ ഇടയ്ക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് മുന്നേ എന്നോട് പറഞ്ഞു, വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിനു മുന്നേ അതിന്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ, കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവും. അതാണ് നൈസായിട്ട് വിജയ്ക്ക് ഇട്ട് കൊട്ടി എന്നുള്ളതാണ്. വിജയിന്റെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. മൂപ്പർ എങ്ങനെയാണ് CM ആയത് എന്നുള്ള കാര്യം നമുക്കറിയാലോ. ഒരു 10-20 വർഷം തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ചാരിറ്റിയും മറ്റുമൊക്കെ ആയിട്ട് മൂപ്പര് സജീവമായിട്ട് നിന്നു. അങ്ങനെ ചാരിറ്റിയിലൂടെയും സിനിമയിലൂടെയും അവിടുത്തെ ആളുകളെ കയ്യിലെടുത്ത് അങ്ങനെ പതിയെയാണ് മൂപ്പര് CM ആയി മാറിയത്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ പറയുന്ന വിജയ് ലക്ഷ്യം വെച്ചത് മുഖ്യമന്ത്രി കസേരയാണ്. അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ മൂപ്പർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. മൂപ്പർ ഇപ്പൊ നിലവിൽ CM ആവുകയും ചെയ്തു. അപ്പൊ ആ ഒരു റൂട്ട് പിടിക്കാനായിരുന്നു ധ്യാന്റെ പ്ലാൻ. അതിനൊരു ബേബി സ്റ്റെപ്പായിട്ട് അജു വർഗീസ് പറഞ്ഞു കൊടുത്തൊരു പ്ലാനായിരുന്നു, നീ ഇപ്പൊ CM ആവണ്ട, നീ തൽക്കാലം അമ്മ സംഘടനയിൽ കയറി, എന്നിട്ട് ഒരു 10-15 വർഷം ചാരിറ്റി ഒക്കെ ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടും, എന്നിട്ട് നമുക്ക് പതുക്കെ CM ആവുന്നുള്ള രീതി. സംഭവം കോമഡി പോലെ പറഞ്ഞതാണ്. പക്ഷെ ഇത് കോമഡി ആണെന്നും വിജയനെ ട്രോൾ ചെയ്താണെന്നും ഉള്ളത് നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവല്ലോ. പക്ഷെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അങ്ങനെ അല്ലല്ലോ. കഴിഞ്ഞില്ലേ കേട്ടോ, ഇതൊന്നുമല്ല ഞാൻ ഇത്രയും പറഞ്ഞത് ചെറിയൊരു ഓലപ്പടക്കം മാത്രമാണ്. ഇത് കഴിഞ്ഞ് വലിയൊരു ഗുണ്ട് പൊട്ടിക്കുന്നുണ്ട് ആശാൻ. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ പറയാനുള്ളത് ബാക്കിയുടെ കേട്ടോക്കാം. ഓസ്ട്രേലിയ ഇരിക്കുന്നു. അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരിന്, കുറെ അമ്മമാരും അതിനിടയിലുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ, അജുവിന്റെ പവർ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് വെച്ചിട്ട് അവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതെ, അതിന്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ദിലീപിന് ഇട്ടൊരു കൊട്ടി. ദിലീപേട്ട അമ്മയുടെ പവർ ഗ്രൂപ്പ് നിങ്ങളല്ല, അജു വർഗീസ് ആണ് പോലും. ആ പറഞ്ഞതിന് പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു കാലത്ത് അമ്മ സംഘടന നിയന്ത്രിച്ചത് ആരായിരുന്നു? സാക്ഷാൽ ദിലീപായിരുന്നു. ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അന്ന് അമ്മ സംഘടനയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് ദിലീപായിരുന്നു. പ്രത്യക്ഷത്തിൽ അന്ന് ദിലീപ് അമ്മ സംഘടനയിൽ ഒരു മെമ്പർ മാത്രമായിരുന്നെങ്കിൽ കൂടിയും അമ്മ സംഘടനയിൽ എന്ത് തീരുമാനിക്കണം, അമ്മ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ഈ പറഞ്ഞ ദിലീപായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ. അതിനെ ട്രോളിക്കൊണ്ടാണ് ധ്യാൻ ഇപ്പൊ സംസാരിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ധ്യാന് പകരം ദിലീപിനെ മുന്നിൽ വെച്ച് വേറെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അവിടെ അടി നടന്നേനെ. പിന്നെ ആ മനുഷ്യരെ നോക്കണ്ട, അവനെ ദിലീപ് അങ്ങ് തീർത്തിട്ടുണ്ടാകും. പക്ഷെ ധ്യാൻ ആയതുകൊണ്ട് നിങ്ങൾ നോക്കി, ധ്യാൻ ഇവിടെ എന്തും പറയാം, എല്ലാരും ആ സെൻസിൽ എടുക്കത്തുള്ളൂ. അത് ധ്യാന് കിട്ടിയൊരു പ്രിവിലേജ് ആണെന്ന് പറയാതെ വയ്യ. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. അപ്പൊ അതിനിടയിൽ പല ചർച്ചകൾക്ക് ഒടുവിൽ അജു എന്നോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറെ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോ അവിടെ കുറെ പ്രശ്നങ്ങൾ. ശരി, അതെന്ത് വർത്താനാണ് അജുവേട്ടാ? മുഖ്യമന്ത്രി ആവണമെന്ന് സ്വപ്നം കണ്ട് നടന്ന ധ്യാന് നീ മുഖ്യമന്ത്രി ആവണ്ട, തൽക്കാലം അമ്മയുടെ പ്രസിഡന്റ് ആവെന്ന് പറഞ്ഞ് ആശയം നൽകിയിട്ട് അവസാനം മാറ്റി പറയാണോ ഇനി അമ്മയുടെ പ്രസിഡന്റ് ആവണ്ടെന്നൊക്കെ? നിങ്ങൾ എന്ത് വർത്താനാണ് അജുവേട്ട ഈ പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ ധ്യാൻ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. എന്തൊക്കെ വന്നാലും ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആകും,
10-15 വർഷം അമ്മയിൽ നിന്ന് ഞാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് CM ആവുമെന്ന് അവിടുന്ന് സമരം ചെയ്ത് പറയണായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി പറഞ്ഞാലും ഞങ്ങൾ കണ്ടു. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ഈ ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, ഇനി അത് വേണ്ട, CM ആവണ്ട, ഗവർണർ ആവും. ഗവർണറിന് വലിയ പണിയൊന്നുമില്ല. ഇതറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇല്ലില്ല, വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. ആ വകുപ്പില്ല, ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ഇറക്കിക്കൊണ്ടുവരും, ബെയിലിൽ ഇറക്കും. ദിലീപേട്ടൻ നമ്മൾ ഇറക്കും. അവിടെയും ദിലീപേട്ടൊരു കൊട്ട് അറിയാലോ, നല്ല പിടിപാടുള്ള ആളാണ് ദിലീപേട്ടൻ. ആ പിടിപാട് വെച്ച് പലതും ദിലീപേട്ടൻ നേടിയിട്ടുണ്ട്. മറ്റേ നടി ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ പിടിപാട് വെച്ച് ദിലീപ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ വെച്ചിട്ടാണ് ധ്യാൻ ഇപ്പൊ ദിലീപിനെ ട്രോൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ട്രോൾ ചെയ്ത് ധ്യാൻ ആയതുകൊണ്ട് ദിലീപ് ആ സെൻസിലെടുത്ത്, ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു പുകില്. ബാക്കി കേട്ടൊക്കെ എന്തായാലും. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ വിചാരിച്ച സാധനം വെച്ചാൽ, ഒരിക്കലും അതിനിടയിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോകുവാണെന്ന് കേട്ടു മോനെ, അത് ഒരിക്കലും പാടില്ല, അച്ഛനൊരിക്കലും ആവാതെ എന്നതിന്റെ കാരണം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരുന്നു. അത് പിന്നെ സ്വാഭാവികം. കാരണം അമ്മക്കറിയാലോ അച്ഛൻ ആരാണ് മകൻ ആരാണെന്നുള്ളത്. അത് മനസ്സിലാക്കി തന്നെയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. അമ്മയോളം മക്കളെ മനസ്സിലാക്കാൻ ആർക്കാണ് പറ്റുക അല്ലെ? ബാക്കി കേട്ടോക്കെ എന്തായാലും എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെയോ ഒതുങ്ങിക്കൂടാനിരുന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി തീരൂ എന്നടങ്ങിയ വാശിയുള്ള എൻ്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെക്കും. അതെന്തായാലും നന്നായി. പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് രാജിവെച്ചത് എന്തുകൊണ്ടും നന്നായി. എന്തായാലും ഒരു സ്ഥാനത്തിൽ എത്തുന്നതിന് മുമ്പ് രാജിവെക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനായിരിക്കും ഈ പറഞ്ഞ ധ്യാൻ. എന്തായാലും ഇങ്ങനെ നീളുന്നു ധ്യാന്റെ പ്രസംഗം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ധ്യാൻ ദിലീപിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ ധ്യാന്റെ അച്ഛൻ ഈ അടുത്ത കാലത്ത് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഏത് ശ്രീനിവാസനങ്ങൾ. അപ്പൊ ശ്രീനിവാസനങ്ങൾ മരിച്ചതിന് ശേഷം ഈ പറഞ്ഞ ദിലീപ് ഒരുപാട് വട്ടം കുടുംബത്തെ സന്ദർശിക്കുകയും ഫോണിൽ ബന്ധപ്പെടുകയും വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു എന്നുള്ള രീതിയിൽ ഇത് സംസാരിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിലീപിനെ പൊക്കുന്നുണ്ട്. അങ്ങനെ പൊക്കിയതിന് ശേഷം ധ്യാൻ നേരെ വരുന്നത് ആരുടെ അടുത്തേക്കാണ്? നവ്യ നായരുടെ അടുത്തേക്കാണ്. അങ്ങനെ നവ്യ നായരുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ് ധ്യാൻ നടത്തുന്നുണ്ട്. അതാണ് ധ്യാനെ നല്ലോണം അങ്ങോട്ട് ഏറി കയറ്റിയത്. ഇനി നവ്യ നായരുമായി ബന്ധപ്പെട്ടുള്ള ധ്യാന്റെ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധ്യാന്റെ പഴയൊരു ഇന്റർവ്യൂ നമുക്ക് കണ്ടുനോക്കാം. പണ്ട് ധ്യാൻ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂക്കിടെ നവ്യ നായരുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ധ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു. നവ്യ നായർ ഇഷ്ടായിരുന്നു, ഇപ്പോ ഇല്ല. വെള്ളിത്തിരിയുടെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടായിരുന്നു, പിന്നെ ഞാൻ മതിയാക്കി. പൃഥ്വിരാജ് ദേഷ്യം തോന്നിയിട്ടില്ല, ലക്കിയാന്ന് തോന്നി. നവ്യ നായരോട് നിനക്ക് അങ്ങനെ തോന്നലുണ്ടായോ? കല്യാണം കഴിക്കണമെന്ന് തോന്നി? തോന്നി. ഈ വീഡിയോ കാണാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എന്നാലും ആലോചിച്ച് നോക്കി, നവ്യ നായരെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ താല്പര്യം കൊണ്ട് പോയി. എന്താണ് കാര്യം? വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം കുറച്ച് റൊമാൻറ്റിക് സീൻ അഭിനയിച്ചു. അത് കാരണം നവ്യ നായരെ വേണ്ടെന്ന് വെച്ച്. എന്തായാലും ഇടക്കാലത്ത് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് വൺ ട്രോളായി മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അത്. എന്തായാലും നവ്യ നായരുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇനി നവ്യ നായരുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോ. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു, ഞാൻ ഏതോ എൻ്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോഡ് കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, CM ആകുമ്പോൾ വന്നാൽ മതി.
കണ്ണു നനച്ചുകൊണ്ട് നന്ദി ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്താ എങ്ങനെയാണ് ഈ മനുഷ്യർ ഇമാതിരി തക്കൊക്കെ വായത് വരുന്നത് എന്നുള്ളതാണ്. ഇങ്ങേരെക്കൊണ്ട് ഇത് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ വിജയ് CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തൃശ മുന്നിൽ ഇരുന്ന പോലെ ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നവ്യ നായർ എന്റെ മുന്നിൽ ഇരിക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലേ. ഈ വിജയും തൃശയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുന്നവർക്ക് സംഭവം കത്തിയിട്ടുണ്ടാകും. അല്ല, കത്താതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് വിജയും തൃശയും തമ്മിൽ അവീത ബന്ധമാണെന്നുള്ളത്. എന്തായാലും ഇതൊക്കെ കേട്ട് നവ്യ നായർ പൊട്ടിച്ചിരിക്കുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടോ. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് കണ്ണു നിറഞ്ഞുകൊണ്ട് ഉണ്ടാവും. എന്നോട് പ്രസിഡന്റ് നമ്പറല്ല, CM ആവുന്നുണ്ടാവും. കണ്ണു നനച്ചുകൊണ്ട് നന്ദി ഉണ്ടാവുന്ന എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതാണ് ഇത് കേട്ട് നവ്യ പോലും ചിരിച്ചു പോയി എന്നുള്ളതാണ്. എങ്ങനെ ചിരിക്കാതിരിക്കും? അമ്മാതിരി തക്കല്ല അടിച്ചു വിട്ടത്. നവ്യ മാത്രമല്ല, ഇത് കണ്ട മലയാളികളെ ഒന്നടങ്കം ചിരിച്ചു പോയി എന്നുള്ളതാണ്. ധ്യാനം അറിയുന്ന ഒരാൾക്ക് പോലും ഇത് കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കാൻ പറ്റും അല്ലേ? പക്ഷെ ഇത് നേരെ അങ്ങ് തമിഴ്നാട്ടിലെത്തിയപ്പോ അവർക്ക് ഇതിന് ഹ്യൂമർ സെൻസ് ഒന്നും അങ്ങ് മനസ്സിലായില്ല എന്നുള്ളതാണ്. അവരിതങ്ങ് കാര്യമാക്കി എടുത്ത് അണ്ണാവെ പറ്റി പറഞ്ഞാൽ എന്നുള്ള രീതിയിൽ അവരിത് സീരിയസ് ആക്കി എടുത്ത് ഈ പറഞ്ഞ ധ്യാനം അവരെ ഏറി കയറ്റി വിടുകയും ചെയ്തു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് അറിയില്ലല്ലോ ധ്യാനം ആരാണ് എന്താണെന്നുള്ളത്. എന്തായാലും കഴിഞ്ഞില്ലേ കേട്ടോ. ധ്യാൻ ഇത്രയും പറഞ്ഞതിന് നവ്യ നായർ ഒരു മറുപടി പ്രസംഗം കൂടി നടത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടു നോക്കാം. ധ്യാൻ എന്നിങ്ങനെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരുമിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്തിരുന്നു. അന്ന് ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മെസ്സിയെ കാണാനാണോ അല്ലേ? മെസ്സിയുടെ എന്തോ ഒരു കഥ പറഞ്ഞു. അന്ന് ഞാൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല ധ്യാൻ എന്തൊക്കെ കഥകളാണ് പറയുന്നതെന്ന്. മെസ്സിയെ കാണാനുള്ള അവസരം ഉണ്ടായിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇനോഗ്രേഷന് വന്നു എന്നൊക്കെ പറഞ്ഞ്. എനിവേസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഒരുപാട് ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും വാച്ച് ചെയ്യുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ വലുതായിട്ട് കാണാറില്ല. ഞാൻ എൻ്റെ എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്താൽ അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാറില്ല. പക്ഷേ വെനെവർ ഐ ഫീൽ ലോ, ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് ശ്രീനിവാസൻസ് ഇൻ്റർവ്യൂ എന്നാണ്. കാരണം ശ്രീനിവാസൻ സാറിൻ്റെ നർമ്മം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവൻ സംസാരിക്കാൻ ക്ലാരിറ്റി കുറഞ്ഞിരുന്ന സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കുന്ന കൗണ്ടേഴ്സിൻ്റെ അത്രയൊന്നും ചിലപ്പോൾ ധ്യാനിന് പറയാൻ അത്രയ്ക്കും ഇത് പറയാൻ കഴിയാറില്ല. പക്ഷേ ധ്യാൻ എൻ്റെ വലിയൊരു എന്താ പറയുക, എൻ്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്ററാണ് ധ്യാൻ. സോ ഏറ്റവും കൂടുതൽ ധ്യാനിനോട് എല്ലാവർക്കും തോന്നുന്ന കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടും ഓപ്പണായിട്ടും സംസാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ള ധ്യാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആകുമ്പോൾ പേടിക്കേണ്ട ധ്യാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ? എപ്പോ ഒഴിച്ചിട്ടെന്ന് ചോദിച്ചാൽ മതി. എന്നാലും അതിന്റെ ഇടയിൽ കൂടെ നവ്യ നായർ ഒരു കാര്യം പറഞ്ഞല്ലോ, വെള്ളയിൽ പച്ച ബോർഡർ ഉള്ള ഒരു സാരി കൊടുത്ത് ഡയമണ്ട് നെക്ലേസ് ഒക്കെ കൊടുത്ത് ഞാൻ വരുന്നുള്ളത്. അതെവിടെയോ ഇപ്പൊ മനസ്സിലായി. എന്നാലല്ലേ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ ഉടുത്തു വന്ന സാരി പോലെ ഓർത്ത് വെക്കാന്ന് പറഞ്ഞാണെങ്കിൽ വല്ലാത്തൊരു ഓർമ്മശക്തി തന്നെയാണ് കേട്ടോ നവ്യ നായർ. നിങ്ങൾക്ക് നമുക്കൊന്നും ഓർമ്മയില്ല തൃശ്ശൂർ അന്ന് എന്ത് ഡ്രസ്സ് ഇട്ട് എന്നുള്ളത്. പക്ഷെ നവ്യ ചേച്ചി അതുവരെ കൃത്യമായി ഓർത്ത് വെച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഈ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഗൂഗിളിൽ ഫോട്ടോ നോക്കി പറഞ്ഞതാണെന്ന് ആർക്കറിയാൻ പറ്റേ. എന്തായാലും സംഭവം മുട്ടൻ കോമഡി ആയിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത്. ഇനി ഇതേ പരിപാടിയിൽ തന്നെ അജു വർഗീസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി കണ്ട ശേഷം നിർത്താം. ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് നൻപൻ, നൻപൻ എനിക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മന്നിച്ചിടുക. അതെ, ധ്യാന പ്രസംഗം കേട്ടപ്പോൾ അജു വർഗീസിന്റെ കാര്യം ഏറെക്കുറെ മനസ്സിലായി. ഇത് മിക്കവാറും നാളെ തമിഴ്നാട്ടിൽ ഏറി കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ മൂപ്പർ ഇങ്ങനെ പറഞ്ഞത് നൻപന് പൈത്യം മന്നിച്ചിടുക എന്നുള്ള രീതിയിൽ. എന്തായാലും അജു വർഗീസ് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ആശാൻ ഇപ്പൊ തമിഴ്നാട്ടിൽ എയറിലാണ്. ഇനി അടുത്ത കാലത്തൊന്നും തമിഴ്നാട്ടിൽ കാല് കുത്താൻ ധ്യാനം പറ്റൂല. വല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലേ. എന്തായാലും സംഭവം മുട്ടൻ കോമഡി ആയിട്ടുണ്ടെന്ന് പറയാതെ വയ്ക്കാം. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.